ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവ മക്കൾക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദശകം 66 നാരായണീയം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ എന്താ വായിച്ചത്? ഭഗവാന്റെ അടുക്കലേക്ക് വ്രജസുന്ദരിമാരെല്ലാം ഓടി വന്നു. ഭഗവാൻ എങ്ങനെയുള്ള ഭഗവാനാ? അപ്പോൾ അവർ വന്നപ്പോൾ തൂമന്ദഹാസം പൊഴിക്കുന്ന മുഖത്തോടു കൂടിയും അതിരറ്റ കാന്തി സാഗരമായവനും കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കടാക്ഷ വീക്ഷണത്തോടു കൂടിയുമാണ്. അതും പോരാഞ്ഞിട്ട് കമനീയ വിഗ്രഹനുമായ ഭഗവാന്റെ അടുക്കലേക്കാണ് ഈ ഗോപസ്ത്രീകളെല്ലാവരും ഓടി ചുറ്റും നിന്ന് ഭഗവാനോട് അത്രമാത്രം പ്രേമമായാണ് അവർ. ആത്മീയമായ രീതിയിലല്ല, അവർക്ക് ഭഗവാനെ വേണം, കണ്ണനെ വേണം, ആർത്തി കൊണ്ടാണ് അവരവിടേക്ക് വന്നത്. നമുക്ക് ദശകം 66 വായിക്കാം. ഗോപി ജന ആഹ്ലാദനം. ആ കുട്ടികൾ, ആ വ്രജസുന്ദരിമാരെല്ലാം ആഹ്ലാദം കൊണ്ട് നിറയുകയാണ്. ശ്ലോകം 1. ഉപയാതാനാം സുദൃശാം കുസുമായുധ ബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിധാതും കൃതമതിർ അഭിതാ ജഗാധവാമമിവ. ഉപയാതാനാം സുദൃശാം കുസുമായുധ ബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിധാതും കൃതം അതിർ അപിതാ ജഗാധവാമമിവ. ഇവിടെ ഭഗവാന്റെ അടുക്കലേക്ക് വന്ന വ്രജസുന്ദരിമാരെങ്ങനെയാ? ശരീരത്തിൽ കാമബാണം പതിച്ചതിനാൽ അവരത്രമാത്രം പ്രേമത്തോടു കൂടിയാണ് ഭഗവാനിലേക്ക് അടുത്തത്. അപ്പോൾ എന്താ? ശരീരത്തിന് അത്രമാത്രം പ്രേമം, കാമം, അത് അമ്പ് പോലെ, ബാണം പതിച്ചതുപോലെയായി. അത്രമാത്രം പരവശരായ സുന്ദരിമാരായ ആ ഗോപാംഗനമാർ തൻ്റെ നേരെ വന്നു ചേർന്നത് കണ്ട്, അത് ഭഗവാന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ അഭിലാഷം സാധിപ്പിക്കണമെന്ന ഉണ്ട് ഭഗവാന്. അതിനാണല്ലോ ഭഗവാൻ ഓടക്കുള്ളിൽ വിളിച്ചത്. ഇവരിങ്ങനെ ആർത്തി കൊണ്ടിരിക്കുന്ന ഭഗവാൻ അറിഞ്ഞൂടെ? ഭഗവാൻ ഉൾക്കാഴ്ചയുള്ള ഭഗവാനല്ലേ? അതുകൊണ്ട് അവരുടെ അഭിലാഷം സാധിപ്പിക്കണമെന്ന് ഭഗവാൻ വിചാരമുണ്ടായിരുന്നിട്ടും പക്ഷെ എന്ത് ചെയ്തു? വിചാരത്തിന് വിപരീതമായി പറഞ്ഞതെങ്ങനെയാണ്? അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. കാരണം പെട്ടെന്നെടുത്ത് കൊടുക്കുന്നൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ, അതുമല്ല, ഓരോ വീടുകളിൽ ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. അവരെ ഈ ഒരു യഥാർത്ഥമായ ഭഗവാനുള്ള ഭക്തി സ്നേഹം അല്ല, കൂടുതലും അവരുടെ മനസ്സിന് പുറമേയുള്ള ഒരു ബാഹ്യമായ ഒരു പ്രേമം കൂടെ ഉണ്ട് അതിനകത്ത്. ഭക്തിക്കുള്ള സമയം ആയില്ല അവർക്ക്, ആത്മീയമായ അവർക്ക് അറിവായില്ല. അത് ഭഗവാൻ അവർക്ക് ആക്കി കൊടുക്കും. അതുവരെ ഒരു പെട്ടെന്ന് ഭഗവാൻ അറിയാം അവരെ നന്നാക്കി എടുക്കണം എന്ന്. അതിന് ഭഗവാൻ പെട്ടെന്ന് ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ പെരുമാറിയത്. എങ്ങനെയാ ഭഗവാൻ പറഞ്ഞത്? അങ്കനമാരെ, ഈ സമയത്ത് നിങ്ങൾ എന്തിനിവിടെ വന്നു? അതൊരു ചോദ്യം തന്നെയല്ലേ? നമുക്ക് അറിയാം, നമുക്കും അങ്ങനെ പാടില്ലല്ലോ. ഒരാളെ കാണുമ്പം സർവ്വം വിട്ടെറിഞ്ഞ് മതിമറന്ന് ഓടുന്നത് ശരിയല്ല. ആത്മീയമാണെങ്കിൽ ശരിയാ, ഭഗവാനെ നമുക്ക് അത്രമാത്രം ആത്മീയം എല്ലാം കളഞ്ഞിട്ട് ത്യജിച്ചിട്ട് പോകാം. അതൊരു സന്യാസത്തിന് വേണ്ടുന്നതുമാണ്. എല്ലാ സർവ്വതും ത്യജിക്കാം, ഭർത്താവിനെയും ത്യജിക്കാം. അവരും എങ്ങനെ ത്യജിക്കാം? സാധാരണ ഒരു ഭർത്താവിനെ പ്രായം കഴിഞ്ഞ് വരുമ്പോൾ മക്കളിലേക്ക് മക്കൾ വേണം അവരെയൊക്കെ രക്ഷിക്കാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഭാര്യയ്ക്ക് ചിലപ്പോൾ സന്യാസത്തിലേക്ക് പോകണം, അതല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്നും ഒഴിഞ്ഞ് ഭർത്താവിൻ്റെ സന്യാസത്തിലേക്ക്, വനത്തിലേക്ക് പോകണം. അപ്പോൾ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അങ്ങനെ പോകേണ്ടത്. അതുപോലെ അല്ല, എടുത്ത് തള്ളിക്കളയല്ല. അങ്ങനെ ഓരോരുത്തരെ ഓരോ സ്ഥാനത്ത് ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ പോകാം. അതിന് പറ്റിയില്ലെങ്കിൽ അങ്ങനെ പോകാം. അതിനിവിടെ എന്താ സംഭവിക്കുന്നത്? ഭഗവാനെ വേണം, അവർ കാമാർത്തി കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഓപ്പോസിറ്റാണെന്ന് പറഞ്ഞത്. അങ്കനമാരെ, അതായത് സ്ത്രീകളെ, നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? വീട്ടുകാർ നിങ്ങളെ തിരക്കത്തില്ലേ? വീട്ടിലേക്ക് പോകുവിൻ. കാരണം ഒരു യഥാർത്ഥ രക്ഷകർത്താവിൻ്റെ ഒരു ചുമതല ഭഗവാൻ നോക്കണ്ടേ? അതാണ് ഭഗവാൻ ചെയ്തത്. എല്ലാം കളഞ്ഞ് കുഞ്ഞുങ്ങളെയും അവിടെ പോറ്റി പാലിച്ചിരുന്നത് അവരെയും വിട്ട്, സ്വർണ്ണങ്ങളൊക്കെ ഇടാതെയും ഇട്ടും, അരഞ്ഞാണം മാലയായിട്ടും മാല അരഞ്ഞാണമായിട്ടും ഭർത്താവിനെ പരിപാലിച്ചുകൊണ്ടിരുന്ന അതിനെ ഉപേക്ഷിച്ച് എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നത് ശരിയാണോ?
അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞത്, അങ്കനമാരെ നിങ്ങൾ എന്തിനിവിടേക്ക് വന്നു? ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോകുവിൻ, അവർ നിങ്ങളെ തിരക്കുകയില്ലേ എന്നാണ് ചോദിച്ചത്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മധുനോ നിർമ്മലസ്യ വിശ്വാസം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മധുനോ നിർമ്മലസ്യ വിശ്വാസം. ഇവിടെ ഭഗവാൻ ആകാശത്ത് നോക്കി നിൽക്കുന്ന മഹർഷിമാരെ അറിയിക്കാനായി, ആകാശത്ത് നോക്കി നിൽക്കുന്ന മഹർഷിമാർ, ഇവിടെ ഈ കുട്ടികളെല്ലാം ഓടി ഭഗവാൻ അടുത്തിലേക്ക് വന്നപ്പോൾ ആ മഹർഷിമാരെ അറിയിക്കാനായി ഭഗവാൻ എന്ത് ചെയ്തു? നിന്തിരുവടി അവരോട് കുലസ്ത്രീകൾ എന്ത് ചെയ്യണമെന്ന് ധർമ്മകാര്യങ്ങൾ പറഞ്ഞു. ഒരു കുലസ്ത്രീയുടെ ധർമ്മം, വീടുകളിൽ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്, ഒരാൾ എവിടെയെങ്കിലും ഒന്ന് കണ്ട ഉടനെ എല്ലാം കളഞ്ഞിട്ട് ഓടുകയാണോ ചെയ്യേണ്ടത്, അതുകൊണ്ട് എന്തൊക്കെ വേണം, ധർമ്മങ്ങൾ, നീതികൾ, അതൊക്കെ ആകാശത്ത് നോക്കി നിൽക്കുന്ന മഹർഷിമാരെ അറിയിക്കാനായി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ധർമ്മകാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാന്റെ വാക്ക് ധർമാനുസൃതം തന്നെ, ഭഗവാൻ പറയുന്നതെല്ലാം ശരി തന്നെ, പക്ഷേ ഇത് ഭഗവാൻ കൊണ്ട് സാധിക്കത്തില്ല. അതാ അവിടുത്തെ രസം. ഭഗവാൻ അത്ര നിഷ്കളങ്കനായി, എങ്ങനെയൊക്കെ വന്നാലും ഭഗവാന് അവർ ചോദിക്കുന്ന കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ കാരണം വേറെ ആരും അതിന് തക്കതായി എങ്ങും ഈ ലോകത്തില്ല. പരമാത്മാവ് ഏകനാണ്. അത് ഭഗവാൻ കൃഷ്ണനായിട്ട് വന്നു, ശ്രീരാമനായിട്ട് വന്നു, അങ്ങനെ പല പല രീതിയിൽ വരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട കടമ ആർക്കാ ഉള്ളത്? ലോകപിതാവിനാ ഉള്ളത്. ആ പിതാവ് രക്ഷകനാ. നമുക്ക് എന്താണ് ഈ ലോകത്തെ എല്ലാ ആവശ്യങ്ങളാണ്. പ്രേമവും ഈശ്വരഭക്തിയും ആത്മീയ പ്രേമവും എല്ലാം ആവശ്യമാണ്. എന്തും ചോദിച്ചത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞതെല്ലാം ശരിയാണ്. ധർമ്മ നീതികളൊക്കെ പറഞ്ഞതെല്ലാം ശരിയാണ്, മഹർഷിമാരെ നോക്കി പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ വാക്ക് അനുസൃതം തന്നെ. എന്നാൽ ഭഗവാന് നിഷ്കളങ്കനാകയാൽ കൃഷ്ണൻ നിഷ്കളങ്കനാണ്. അതുകൊണ്ട് എന്തു വന്നു? പ്രവൃത്തി വിശ്വസിക്കത്തക്കതായില്ല. ഭഗവാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവരെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? ഭഗവാന്റെ മക്കളല്ലേ, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അവരെ അങ്ങനെ വെറുതെ അവർ അത്രമാത്രം ആർത്തി കൊണ്ട് വരുമ്പോൾ അവരെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വിട്ടാൽ എന്താ അവസ്ഥ? ഭഗവാന് സമാധാനം ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. ഈശ്വരൻ അങ്ങനെ നമുക്കെല്ലാവർക്കും ഭഗവാനേ ഉള്ളൂ എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഈശ്വരൻ ഒരു കുഞ്ഞുങ്ങളെയും എങ്ങനെയൊക്കെ വന്ന് അപേക്ഷിച്ചാലും അപേക്ഷ ശരിയാണോ എന്ന് നോക്കും. നിഷ്കളങ്കമായ അപേക്ഷയാണോ? എന്ത് പ്രേമമായാലും, ഭക്തിപ്രേമമായാലും സ്നേഹപ്രേമമായാലും ഭഗവാൻ നോക്കും, ഇത് ശരിക്കും ഉള്ളഴിഞ്ഞ് വന്നതാണോ? അങ്ങനെയുള്ള മക്കളെ ഒരിക്കലും കൈവെടിയത്തില്ല ഈശ്വരൻ. അങ്ങനെ അത് ഭഗവാന് മാത്രമേ സാധിക്കത്തുള്ളൂ. സാധാരണ മറ്റുള്ള ജനങ്ങൾ അത് കണ്ട് പഠിക്കണ്ട. ഇത് ഈശ്വരൻ്റെ കാര്യമാണ്. നമ്മൾ ഈശ്വരൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട. ഭഗവാനെ ഏത് രീതിയിൽ നമുക്ക് പ്രേമിക്കാം. ആത്മീയമായും പ്രേമിക്കാം, ലൗകികമായും പ്രേമിക്കാം. ഭഗവാൻ അതിനെല്ലാം തടസ്സം കൂടാതെ. കാരണം എന്താ? ഈശ്വരൻ നിഷ്കളങ്കനാണ്. പരബ്രഹ്മമൂർത്തി നിഷ്കളങ്കനാണ്. പരബ്രഹ്മവസ്തു ഈശ്വരൻ അങ്ങനെ ആയതുകൊണ്ടും ഒറിജിനൽ 100% ഭഗവാൻ പരമാത്മാവായതുകൊണ്ട് അങ്ങനെ ഭഗവാൻ നിഷ്കളങ്കമായി നിൽക്കാൻ പറ്റൂ. അങ്ങനെ ഉപേക്ഷിച്ച് ആ സ്ത്രീകളെ വിടുകയില്ല. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ആകർണ്യതേ പ്രദീപാം വാണീം ഏണീദൃശപരം ദീന മാമാ കരുണാ സിന്ധു പരിത്യജേത്യതിചിരം വിലേപുസ്താ. ആകർണ്യതേ പ്രദീപാം വാണീം ഏണീദൃശപരം ദീന മാമാ കരുണാ സിന്ധു പരിത്യജേത്യതിചിരം വിലേപുസ്താ. ഭഗവാൻ അങ്ങനെ ഇഷ്ടമില്ലാതെയാണ് പറയുന്നതെന്ന് ഭഗവാന്റെ ഉള്ളിലുണ്ട്. കാരണം വിപരീതമായി പറയുന്ന അവർ മനസ്സിലാക്കത്തില്ലല്ലോ.
വെറുതെ ഭഗവാനെ ഒരുമാതിരി വേറെ എന്തെങ്കിലും രീതിയിൽ ചിന്തിക്കത്തില്ലേ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിന്തിരുവടി അവരോട് ഗൃഹങ്ങളിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവർ നന്നാവണ്ടേ, അവർ നല്ല മാർഗം സ്വീകരിക്കണ്ടേ, വീടുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകാമോ? അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു പൊയ്ക്കൊള്ളാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ ആ സുന്ദരികൾ അതീവ ദുഃഖിതരായി തീർന്നു. അവർ ദീനം ദീനം വിലപിച്ചുകൊണ്ട് പറഞ്ഞു, അരുതേ അരുതേ, അയ്യോ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ, ഞങ്ങൾക്കത് സഹിക്കാനാവില്ല കൃഷ്ണ, അങ്ങനെ ചെയ്യല്ലേ എന്ന് വളരെ നേരം കരഞ്ഞു പറഞ്ഞു. കരുണക്കടലായ ഭഗവാനോട് കരുണ കാണിക്കണമെന്ന് അവർ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു. എന്തെന്നാൽ ഭഗവാൻ ഭക്തന്മാരോട് കരുണ കാണിക്കുന്നവനാണ്. അതായത് കരുണക്കടലായ ഭഗവാൻ ആ ഗോപസുന്ദരികളോട് കരുണ കാട്ടി അവരുടെ അഭിലാഷപൂർത്തി വരുത്തണമെന്നാണ് അപേക്ഷിച്ചത്. അങ്ങനെ ഗോപസ്ത്രീകളെല്ലാം ഇങ്ങനെ ഭഗവാനെ ഞങ്ങളെ അങ്ങനെ വെറുതെ വിടല്ലേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് കരഞ്ഞ് 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 പറഞ്ഞു. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താ ഇനി അടുത്ത ശ്ലോകത്തിൽ വരുന്നത് നമുക്ക് അപ്പോഴും മനസ്സിലാവും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.